വണ്ടിപ്പെരിയാർ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. ഇയാളെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, ഇത് അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത് എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇന്നു രാവിലെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. വണ്ടിപ്പെരിയാർ പൂർണ്ണമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ബാലികയുടെ പിതാവും അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ മുത്തച്ഛനും ഒരു മരണാനന്തര ചടങ്ങിനായി പോവുകയായിരുന്നു. ഈ സമയത്ത് ഈ വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തിയപ്പോഴേക്കും ഈ അർജുന്റെ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധു ഇവർക്കെതിരെ അസർവശം ഇതേ തുടർന്ന് ഇവർ ഇത് ചോദ്യം ചെയ്തതിനായി പുറത്തിറങ്ങുകയുമായിരുന്നതാണ് ഇവർ നമുക്ക് നൽകുന്ന വിശദീകരണം. ഇതേ തുടർന്ന് ഒരു ആക്രമണം ഉണ്ടാകുകയും ഇത് അനുനയിപ്പിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. കുട്ടിയുടെ പിതാവിന്റെ ഇരു കാലിലും കുത്തേറ്റിട്ടുണ്ട്. ഇത് സാരമായ മുറിവല്ല. എങ്കിലും ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയുടെ മുത്തച്ഛനും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. സാരമായ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എന്തായാലും വണ്ടിപ്പെരിയാർ പോലീസ് ഇവിടെ എത്തി മൊഴി സ്വീകരിക്കുന്നുണ്ട്. ഏതാനും നാളുകളായി ഈ മേഖലയിൽ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു ജനകീയ പ്രതിഷേധം വണ്ടിപ്പെരിയാറിൽ അരങ്ങേറിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സമുദായ സംഘടനകളുടെയും നേതൃത്വത്തിലൊക്കെ വലിയ ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. ഒപ്പം തോട്ടം തൊഴിലാളികളായ നാട്ടുകാരായ ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഈ വിധിക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പോലീസിനെതിരെയൊക്കെ ഇവർ വലിയ തോതിൽ ഈ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ഒക്കെ പ്രത്യേകിച്ചും ചുരക്കുളം എസ്റ്റേറ്റിൽ സംഭവം നടന്ന ചുരക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളികളടക്കം പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് ആക്രമണം നടക്കുന്നത്. കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവിന്റെ സഹോദരനാണ് ആക്രമിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ ഇവിടെ ഒരു കട നടത്തിയിരുന്നു. ഈ വ്യാപാര സ്ഥാപനം ഏതാനും നാളുകളെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈ സ്ഥാപനം ഇന്നാണ് ഈ സ്ഥാപനം തുറക്കാനായി എത്തുകയും തുറന്ന ഈ സംഭവം കുട്ടിയുടെ ബന്ധുക്കൾ ഇവിടെ പിതാവും മുത്തച്ഛനും എത്തിയപ്പോൾ ഒരു വാർത്താതലത്തിലേക്ക് എത്തുകയും അത് തുറന്ന് സംഘർഷത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. ഈ പ്രകോപനം, അതായത് ഈ പറഞ്ഞതുപോലെ ഈ അർജുന്റെ ബന്ധുവാണ് കുത്തിയത്. വണ്ടിപ്പെരിയാറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അർജുനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നിരവധിയായ പരാതികൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? അതിനുള്ള ഈ ബന്ധുക്കൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ മറ്റോ എന്തെങ്കിലും സുരക്ഷ ഒരുക്കിയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പ്രകോപനപരമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരു കുടുംബങ്ങളും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമെന്നുള്ള തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും അർജുന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ഒപ്പം കോടതി ഈ വീടിനും അർജുന്റെ വീടിനും ബന്ധുക്കൾക്കും ഒക്കെ മാതാപിതാക്കൾക്കും ഒക്കെ സംരക്ഷണം നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബവും ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഈ അർജുന്റെ ബന്ധുക്കളിൽ നിന്നും മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആക്രമിക്കാനും ഒപ്പം ഈ അർജുനെ കുറ്റവിമുക്തനാക്കും എന്ന് മുൻകൂട്ടി തന്നെ ഇവർക്ക് അറിയാമായിരുന്ന തരത്തിലുള്ള അറിയാമായിരുന്നു ഇവർ സൂചിപ്പിക്കുന്നതായി മുൻപ് ഇവരെ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി തവണ ഇത്തരത്തിലുള്ള സൂചന ഇവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് ഈ വിധി വന്ന ഉടൻ തന്നെ ഇവരുടെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. ഈ കുട്ടിയുടെ പിതാവും മുത്തച്ഛനും പറയുന്നത് ഇവർ മരണാനന്തര ചടങ്ങിന് വാഹനത്തിൽ പോവുകയായിരുന്നു. വണ്ടിപ്പെരിയാർ ടൗണിലെത്തിയപ്പോൾ ഇവർക്ക് നേരെ ഈ ബന്ധു അസഭ്യവർഷം ചെയ്യുകയും തുടർന്നാണ് ഇവർ ഇത് ചോദ്യം ചെയ്യുന്നതിനായി പുറത്തിറങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാകുകയും ഇത് പിടിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടിച്ചു മാറ്റുന്നതൊക്കെ രീതിയിലുണ്ടായി. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരുന്നു. ഏതായാലും വണ്ടിപ്പെരിയാർ കേസിലെ പീഡനത്തിനായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെ ആക്രമണം, അച്ഛന് കുത്തേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ഇയാളെ ആക്രമിച്ചത്. ഇയാൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.